അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ടല്ലോ, രാഹുൽ ഈശ്വർ പുതുതായിട്ട് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഹണി റോസിനെതിരെ അവളുടെ വസ്ത്രധാരണ രീതി ശരിയല്ല എന്ന രീതിയിൽ ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ആ ഒരു ചർച്ചയെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തെ ഇപ്പോൾ അനുകൂലിച്ചുകൊണ്ട് പ്രശസ്തനായിട്ടുള്ള പ്രഭാഷകൻ കൂടിയായിട്ടുള്ള സിംസാറുൽ ഹഖ് ഹുദവി അദ്ദേഹം ആ ഒരു രാഹുൽ ഈശ്വറിന്റെ പ്രസംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇസ്ലാം മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ്. ആ മൂല്യത്തെ കളഞ്ഞു കുളിക്കാൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു അത് നിലർത്തി തരും. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ചാനലുകളിൽ ചർച്ചയ്ക്കിരിക്കുന്ന ചെറുപ്പക്കാരൻ, ബോച്ചയുടെ കഥയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചർച്ച വന്നല്ലോ. പെണ്ണുങ്ങളും അവിടെ വസ്ത്രവിധാനത്തെ അവരും ഒരു സോഷ്യൽ വിചാരണയ്ക്ക് വിധേയപ്പെടണം. പക്ഷെ ആ സാധുവിന് പറയാൻ പരിമിതിയുണ്ട്. ബാക്കി കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവി പറയുന്നത് പോലെ രാഹുൽ ഈശ്വറിന് ചിലത് പറയാൻ പരിമിതികൾ ഉണ്ടാവും. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഒരു മതത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല. അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. ഒരു നിരീക്ഷകൻ എന്ന നിലക്ക്, രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാണ്. പക്ഷേ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ട് എന്നുള്ളതാണ്. ഇസ്ലാം മതത്തിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറയുന്നത് ശരീരം മുഴുവനാണ്. അപ്പോൾ വളരെ കൃത്യമാക്കപ്പെട്ട നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇസ്ലാമിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിനെ ചർച്ചകളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കീറി മാന്തുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ പല ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവി പറയുന്നത് പോലെ വസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ്, കാണാൻ പറ്റാത്തതൊന്നും അവള് പുറത്ത് കാണിക്കുന്നില്ലല്ലോ എന്നൊക്കെ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആശയത്തെ തകിടം മറിക്കുന്ന രീതിയിൽ, അതിനെ തച്ചൊടിക്കുന്ന രൂപത്തിലാണ് ചാനൽ ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഈശ്വറിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഇപ്പൊ കേരളം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് ചോദ്യം ചെയ്യാനും അതിൽ ഒരു പുരുഷന് നീതി കിട്ടുന്ന തരത്തിലൊരു പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളതും രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ എല്ലാ അഭിപ്രായത്തോടും നമുക്ക് യോജിപ്പില്ലെങ്കിലും ഇത്തരത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആശയങ്ങൾ തന്നെയാണ്. നമുക്ക് സിംസാറുൽ ഹഖ് ഹുദവിയുടെ ആ ഒരു പ്രഭാഷണത്തിന്റെ ബാക്കി കുറച്ച് ഭാഗം കൂടെ കേട്ടു നോക്കാം. ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലി നിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. രാഹുൽ ഈശ്വറിന് ഇപ്പം മസല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട്. അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം. അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ ചോദ്യം? അതൊക്കെ ആർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീനല്ലല്ലോ, ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ. ഓക്കെ, ഈ ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിനെതിരെ കേസ് വന്നിരുന്നു, അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെതിരെ. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വകുപ്പുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആ കേസിനെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എല്ലാറ്റിനും കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർക്ക് ആരുടെ മുന്നിൽ വെച്ചും എന്തും തുറന്നു പറയാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ ഈ ഒരു നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വളരെയേറെ നല്ല അഭിപ്രായങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ പ്രത്യേകം എടുത്തു വെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ നിലപാടുകളോടും നമുക്ക് യോജിപ്പില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ തുറന്നു പറഞ്ഞല്ലോ. പല നിലപാടുകളും അദ്ദേഹത്തിന് വൈരുദ്ധ്യാത്മക നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. എങ്കിലും ഈ വിഷയത്തിൽ, ഈ ഒരു പുരുഷ കമ്മീഷന്റെ വിഷയമായാലും ഈ ഒരു വസ്ത്രത്തിൽ സഭ്യത വേണം എന്നുള്ള വിഷയമായാലും വളരെ കൃത്യമായിട്ട് തന്നെ രാഹുൽ ഈശ്വർ അതിനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു സമൂഹത്തിന് മുന്നിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പ്രമുഖ പ്രഭാഷകനായിട്ടുള്ള സിംസാറുൽ ഹഖ് ഹുദവി ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത്. സിംസാറുൽ ഹഖ് ഹുദവിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹം വെറുതെ ഒന്നും നിലപാട് പറയുന്ന, വെറുതെ ഒന്നും സംസാരിക്കുന്ന ആളല്ല. കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിലപാടുകൾ കൃത്യമായിട്ട് അറിയിക്കുന്ന ഒരു പ്രഭാഷകൻ കൂടെയാണ് സിംസാറുൽ ഹഖ് ഹുദവി എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു അദ്ദേഹത്തിന്റെ നിലപാടിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു, ആഗ്രഹിക്കുകയാണ്.